സുവിശേഷം പഠിക്കുമ്പോൾ നമുക്കറിയാം, ദൈവം സത്യതയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൽ നാം വിശ്വസിക്കുന്നു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. സ്നേഹം തന്നെയായ ദൈവത്തിൽ നാം വിശ്വസിക്കുന്നു. അവനാണ് നമ്മളെ സൃഷ്ടിച്ചത്, രക്ഷിച്ചത്, വീണ്ടെടുത്ത് മുഴുവൻ ദൈവമാണ്. ഈശോ മിശിഹായാണ്, നമ്മുടെ കർത്താവാണ്. ആ കർത്താവ് നമ്മെ വീണ്ടെടുത്ത് കരുണ കാണിച്ച് എല്ലാം കാണിച്ചു. ആദ്യം നമ്മൾ സൃഷ്ടിച്ച ദൈവം ആദിമാതാപിതാക്കളെ, ആദ്യത്തെ ഹവ്വായെ സൃഷ്ടിച്ചു. അവർക്ക് പർദീസ കൊടുത്ത് ഏറ്റവും നല്ല സ്ഥലം, സന്തോഷകരമായി ജീവിക്കാൻ. പക്ഷേ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയും, പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 2:23-24 ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ച് തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു. അവൻ്റെ പക്ഷക്കാർ അതനുഭവിക്കുന്നു. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ശരണവർത്തി പറഞ്ഞു ഹല്ലേലൂയ. അങ്ങനെ പറുദീസായിൽ ദൈവത്തിൻ്റെ സ്നേഹം ആസ്വദിച്ച് ജീവിക്കുന്ന ആദത്തെ ഹവ്വായും കാണുന്ന ദുഷ്ടാരൂപിക്ക് ഭയങ്കരമായ അസൂയുണ്ടോ? അസൂയ. ദൈവം കയറിയുന്നു. അത് നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെക്കാൾ ഉപരിയായി, എല്ലാറ്റിനേക്കാൾ ഉപരിയായി, എല്ലാ ജന്തുജീവജാലങ്ങളെക്കാൾ ഉപരിയായി ദൈവം കയറി ചെയ്യുന്നത് ആദത്തെ ഹവ്വായ. കാരണം ആദവും ഹവ്വായും ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ്. സർവ്വത പറഞ്ഞേ ഹല്ലേലൂയ. ശരിക്കും ഈ പ്രപഞ്ചം മുഴുവൻ ദൈവം സൃഷ്ടിച്ചത് മനുഷ്യൻ ദൈവമക്കൾക്ക് വേണ്ടിയാണ്, ദൈവത്തിൻ്റെ സ്വന്തം മക്കൾക്ക് വേണ്ടിയാണ് ദൈവം ഇത് മുഴുവൻ സൃഷ്ടിച്ചെന്ന് ഒരു നിമിഷം പിശാചുക്കൾക്കറിയാം. അപ്പം നമ്മൾ എവിടെയാണ് പിശാചിൻ്റെ ആരംഭം? ദ ബിഗിനിങ് ഓഫ് ഈവിൾ സ്പിരിറ്റ്. കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് പറയുമ്പോൾ ദുഷ്ടാരൂപി എന്നൊരു സത്യത്തെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. പൈശാചിക അരൂപികൾ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ദൈവം സൃഷ്ടിച്ചത് മാലാഖമാരെയാണ്. മാലാഖമാർ സ്വർഗത്തിലുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം അതിലൊരു ഗണം മാലാഖമാർ തങ്ങളുടെ അഹങ്കാരം മൂലം ദൈവത്തിനെതിരെ ഒരു തിരിയുന്നൊരു സംഭവം പറയുന്നുണ്ട്. എന്തോ ഒരു മാറ്റം അവരിലുണ്ടായി, ഒരു ചേഞ്ച് അവരിലുണ്ടായി. ആ ചേഞ്ചിലൂടെ അവരെന്നേക്കുമായിട്ട് സ്വർഗത്തിൽ നിന്ന്, പർദീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നും അവയെല്ലാം ദുഷ്ടാരൂപികളായി രൂപാന്തരപ്പെട്ടു എന്നുമാണ് സഭയുടെ വിശ്വാസ സത്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ ഉച്ചത്തിൽ കൈയടിച്ച് നാട് കൈയടിച്ച് 2 കരം പിടിച്ച് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരിക്കും ഇത് മാലാഖമാരായിരുന്നു എന്ന് പറഞ്ഞു. മാലാഖമാരായിരുന്നു. ദൈവം ഒരിക്കലും, കാരണം ദൈവം നന്മയാണ്, സ്നേഹം തന്നെയാണ്, പരിശുദ്ധനാണ്. അവിടുന്ന് ഒരിക്കലും ദുഷ്ടാരൂപിയെ സൃഷ്ടിച്ചിട്ടില്ല. അങ്ങനെ സൃഷ്ടികർമ്മം ദൈവം നടത്തിയിട്ടില്ല. ദൈവം സൃഷ്ടിച്ചത് മാലാഖമാരെയാണ്. അവരിലൊരു ഗണം ഇങ്ങനെ മാറിപ്പോയി എന്ന് വിശ്വാസത്തിലൂടെ പഠിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് ലോകത്തിൽ ദൈവത്തിനെതിരെ, കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാലാഖമാരുണ്ടായത് എന്നതിനെക്കുറിച്ച് ഒരു ഗ്രന്ഥത്തിൽ ഞാൻ വായിച്ചപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ, ഒരു വലിയ ജ്ഞാനം പറയുന്നത് ഇങ്ങനെയാണ്. ദൈവം മനുഷ്യന് മാലാഖമാരെടുത്തു. അവരാണ് എല്ലാത്തിൻ്റെ മുകളിൽ. ദൈവം സൃഷ്ടിച്ചത് അവരെയാണ്, എല്ലാം അവർക്ക് വേണ്ടിയാണ് എല്ലാം എന്നൊരു കരുതി. പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലായി അവർക്ക് വേണ്ടിയല്ല, അവരെ പോലും ദൈവം സൃഷ്ടിച്ചത് തൻ്റെ മക്കളായ നമുക്ക് വേണ്ടിയാണെന്ന് മാലാഖമാർ തിരിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് വേണ്ടി എല്ലാത്തിൻ്റെ കേന്ദ്രം മനുഷ്യനാണ്. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ദൈവമകൻ നമ്മൾക്ക് വേണ്ടിയാണ്. എല്ലാത്തിൻ്റെയും കേന്ദ്രം നമ്മളാണ്. പ്രൈസ് ദി ലോർഡ്. അതറിഞ്ഞപ്പോഴുണ്ടായ ഒരു അസ്വസ്ഥതയിലൂടെ ആകാം ഒരു പക്ഷേ ഈ സ്പിരിറ്റുകൾ ലോകത്തിലെ ഇങ്ങനൊരു സംഭവം, ഈ ചേഞ്ച് മാലാഖമാരൊരു ഗണത്തിനുണ്ടായത് ആകാം. നോട്ട് നെസസറി. ഒരു പഠനം ഓട്ടച്ച പറഞ്ഞു. ശ്രമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ യേശുവേ സ്തുതിക്ക്. അതുകൊണ്ട് ഈ ദുഷ്ടാരൂപികൾക്ക് എപ്പോഴും ശത്രുതയുള്ളത് ദൈവത്തോടും ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ മകുടമായ മനുഷ്യനോടുമാണ്. അവൻ ഏറ്റവും ശത്രുതയാണ്. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പകയോടെ അവൻ കാണുന്നത്, വെറുപ്പോടെയാണ് കാണുന്നത്. ആ വെറുപ്പ് അവനെ ധരിക്കുക. ആ സ്പിരിറ്റാണ്, ആ എതിർപ്പാണ്. ഞങ്ങൾക്ക് കിട്ടേണ്ടത്, ഞങ്ങൾക്കായിരുന്നു സ്ഥാനം കിട്ടേണ്ടത്, പക്ഷെ അത് മനുഷ്യന് കിട്ടി എന്നുള്ളതാണ് അവർക്കുള്ള കുഴപ്പം. ദൈവം നമ്മളെ ഒരുപാട് സ്നേഹിച്ചു. അതാണ് എല്ലാവരുടെയും പ്രശ്നം. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം നമ്മളെ എല്ലാറ്റിലും ഉപരി സ്നേഹിച്ചു.
അവൻ നോക്കുമ്പോൾ ചരിത്രം പഠിക്കും മുഴുവൻ ദൈവം മനുഷ്യനെ ദൂരെ സ്നേഹിക്കുന്നു. മനുഷ്യൻ പാപം ചെയ്ത് അകന്നു പോയിട്ടും ദൈവം തൻ്റെ മക്കളെ സ്വന്തമാക്കാൻ വേണ്ടി സ്വപുത്രനെ ലോകത്തിലേക്ക് വിട്ട് കാൽവരിയിൽ കുരിശിൽ പാപപരിഹാരം ബലിയർപ്പിച്ച് എല്ലാം ചെയ്യുന്നു. എല്ലാം ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നു. അത് കാണുന്ന ദുഷ്ടാരൂപിക്ക് നമ്മളോടും ലോകത്തോടും ദൈവത്തോടും ഉണ്ടാകുന്നൊരു പകയാണ് ഈ അന്ധകാര ശക്തികളിലൂടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ വിശുദ്ധാത്മാക്കൾക്ക് ദുഷ്ടാരൂപികളുടെ പ്രലോഭനങ്ങളും പീഡനങ്ങളും കൂടാൻ കാരണം അവരെ ദൈവം ഒത്തിരി സ്നേഹിക്കുന്നുവെന്ന് ദുഷ്ടാരൂപിക്ക് മനസ്സിലായി. അവർക്ക് ദൈവം അധികാരം കൊടുത്തിരിക്കുന്നു ഇവരുടെ മേലെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഭയങ്കരമായ അസ്വസ്ഥതയോ കൊണ്ട് വിശുദ്ധരോട് ഭയങ്കര എതിർപ്പ്. ഈ ജോൺ മരി വിയാനിയുടെയൊക്കെ ഈ മുറിക്ക് തീയൊക്കെ ഇടുമായിരുന്നു പറഞ്ഞു. കട്ടിലിനൊക്കെ തീ പിടിച്ചു. ഒരിക്കൽ പറയുന്നുണ്ടൊരു സ്ത്രീ, ഈ പൈശാചിക ശക്തി നിറഞ്ഞൊരു സ്ത്രീ ഒരു കൈക്കുഞ്ഞുമായിട്ട് ജോൺ മരി വിയാനി പുണ്യാളൻ്റെ പള്ളിമുറ്റത്ത് വന്നു. ആയിരക്കണക്കിന് ആളുകൾ കുമ്പസാരത്തിനായിട്ട് നിൽക്കുമ്പോൾ ഈ സ്ത്രീ മുറ്റത്ത് വന്നിട്ട് അലറിക്കൊണ്ട് പറയുകയാണ്, ഈ കുട്ടി ഈ അച്ഛൻ്റെയാണെന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം അപമാനിച്ചുകൊണ്ട് പറയുക. അപ്പോൾ ഈ മനുഷ്യൻ ഈ പുണ്യവാൻ പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റും. പ്രാർത്ഥനയുടെ ഫലം കഴിയുമ്പോൾ അല്പം കഴിയുമ്പോൾ ഇവളിൽ നിന്ന് ഈ ദുഷ്ടാരൂപി അടയാളത്തോടെ ഇവളിൽ നിന്ന് വിട്ടുപോവുകയും സത്യം തുറന്നു പറയുകയും ചെയ്യുന്നൊരു വലിയ ചരിത്രം അവിടെ കണ്ടുമുട്ടുന്നുണ്ട്. പ്രസലോഷ് കാരണം വെറുപ്പാണ്. ദുഷ്ടാരൂപിക്ക് ദൈവം തെരഞ്ഞെടുത്ത മക്കളോടൊരു വലിയൊരു പകയാണ്. അതായത് ശരിക്കും നമുക്ക് ഓരോരുത്തർക്കും കിട്ടേണ്ടതാണ് ഈ ഡെലിവറൻസ്. പഠിക്കുന്ന പല ജീവിതങ്ങളും ഒത്തിരി വളരേണ്ടവരാണ്. ഒന്നാമത് ദൈവത്തിലേക്ക് ഒത്തിരി വളരേണ്ടതാണ്. പ്രാർത്ഥനയിൽ വളരണം, വചനം പഠിക്കണം, വിശുദ്ധിയിൽ വളരണം, സ്വർഗത്തെക്കുറിച്ചുള്ള വിശ്വാസത്തിൽ വളരണം, നിത്യതയെക്കുറിച്ചുള്ള ബോധ്യത്തിൽ വളരണം, ഈശോയോടൊരു പ്രത്യേകമായൊരു സ്നേഹത്തിൽ വളരണം. അത് വൈദികരായാലും സന്യസ്തരായാലും കുടുംബജീവിതങ്ങളായാലും ആ ക്രിസ്തുവിനോടുള്ള അവർ വീണ്ടെടുത്ത ഈശോയോടുള്ളൊരു വലിയൊരു സ്നേഹം, ഐക്യം, കൂട്ടായ്മ ശരിക്കും വളരണം. അപ്പം അതിന് തടസ്സം വരുന്നുണ്ടെങ്കിൽ ഓർത്തുള്ളൂ അതിനകത്തൊരു ദുഷ്ടാരൂപികളുടെ പ്രവർത്തനം 100% ഉണ്ടാവും. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ ഉച്ചത്തിൽ. രണ്ടാമത് ദൈവത്തിലോട്ട് വളരുന്നത് പോലെ തന്നെ ചുറ്റുപാടുമുള്ള നമ്മുടെ സഹോദരങ്ങളിലേക്കും അവരുടെ നന്മയിലേക്ക് ഒരാളെയെങ്കിലും നശിപ്പിക്കാനൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നിന്നെ പ്രവർത്തിക്കുന്ന സ്പിരിറ്റ് കൃത്യം പറയാം. അതായത് ഉൽപ്പത്തി 4 മുതൽ 7 വരെയുള്ള വചനത്തിൽ പറയുന്ന കായേൻ്റെ രൂപിയാണ്. സ്പിരിറ്റ് ഓഫ് കില്ലിങ്, സ്പിരിറ്റ് ഓഫ് ഹേറ്റ്രഡ്, ആങ്കർ. പ്രൈസ് ദി ലോർഡ്. That spirit's aim is only to destroy and kill others. അത് നോക്കി ആബേലിനെ കൊല്ലുന്നത് അതാണ് ശരി. അത് ഈ കായൻ ചിന്തിക്കുന്നൊരു ചിന്ത തന്നെ. ആബേലാണ് കൊല്ലപ്പെടേണ്ടത്, അല്ലാതെ കായനല്ല കൊല്ലപ്പെടേണ്ടത്. അപ്പൊ തിന്മയിരിക്കുന്നവന്റെ വിചാരം ഞാനല്ല പ്രശ്നം, നന്മ ചെയ്യുന്നവനാണ് പ്രശ്നം. അതാണ് പലപ്പോഴും സഭയുടെയും വിശ്വാസത്തിൻ്റെ ഒക്കെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ പല തിന്മയുടെ രൂപികൾ ഈ രൂപത്തിൽ നല്ല വിവേകത്തോടെ കടന്നു വരും. ഒന്നാമത് ദുഷ്ടാരൂപിക്ക് സാധാരണ ബുദ്ധിയല്ല ഉള്ളത്, അമിത ബുദ്ധിയാണുള്ളത്. സാധാരണ ബുദ്ധി ഇല്ല. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഈ ലോകത്തിൻ്റെ മക്കൾ തങ്ങളുടെ ലോകത്തിൽ പ്രകാശത്തിൻ്റെ മക്കളെക്കാളും ബോധമുള്ളവരാ, ബുദ്ധിമാന്മാരാ. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് യേശുവെ സ്തുതിക്കുന്നു. 2 കരം പറഞ്ഞ് ഹല്ലേലൂയ. അപാര ബുദ്ധിയാണത്. അതുകൊണ്ടത് ആബേൽ നശിപ്പിക്കപ്പെട്ടാലേ പ്രശ്നം തീരുള്ളൂ എന്ന് കരുതുന്നൊരു കയൻ. ആരെയും നശിപ്പിക്കാന്ന് വെച്ചാൽ ഈ അബ്യൂസൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ള അബ്യൂസ് ചെയ്യാൻ ദുരുപയോഗിക്കുക, കുട്ടികളെ ദുരുപയോഗിക്കുക, യുവാക്കളെ ദുരുപയോഗിക്കുക, യുവതികളെ ദുരുപയോഗിക്കുക, മറ്റൊരാളുടെ ജീവിത പങ്കാളിയെ ദുരുപയോഗിക്കുക, മറ്റൊരാളുടെ ജീവിതത്തെ നശിപ്പിക്കുക, സമ്പത്തിനെ നശിപ്പിക്കുക, സൽപ്പേരിനെ കളയുക, ദുഷ്പേരുണ്ടാക്കുക. നമ്മൾ ചിലർക്കൊക്കെ ഇത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഒരാളെ എങ്ങനെയും ദുഷ്പേരുണ്ടാക്കിയെടുത്താൽ വലിയൊരു നേട്ടം പോലെ കാണും. അപ്പം അതെല്ലാം ഒരു ഈവിൾ സ്പിരിറ്റാണ്. ഇൻഫാക്ട് നമുക്ക് ഈശോ നോക്കി, ഈശോയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഏറ്റവും വലിയ അത്ഭുതം
ഈശോ ആത്മാവിൽ നിറഞ്ഞവനെന്ന് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം തന്നെ ഈ അന്ത്യത്താഴ് വേളയിൽ ഒരു വലിയൊരു സംഭവമുണ്ട്. ഈശോ പറയുന്നുണ്ട്, നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും. നിങ്ങൾ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും. അപ്പോൾ ഈ 12 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, ആരാ ഒറ്റിക്കൊടുക്കുന്നത്? ആർക്കും അറിയത്തില്ല. നോക്കിയേ, ഈശോയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഈശോയ്ക്ക് അറിയാമെങ്കിലും ഈശോ അത് ആരോടും പറയുന്നില്ല. കാരണം അതാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ ആത്മാവ് അതാണ്. മറ്റൊരാളുടെ കുറവ് അറിയാമെങ്കിലും അത് പരസ്യപ്പെടുത്തുന്നവനല്ല പരിശുദ്ധാത്മാവ്. മറ്റൊരാളുടെ കുറവിനെ കഴിവതല്ല 100% ഒളിപ്പിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. അത് ദൈവത്തിൻ്റെ കരുണയുടെ ഒരു നീതിയാണത്. അത് ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് യേശുവേ സ്തുതിക്കുന്നു. 2 കരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ. അണ്ട് ഈശോ പറയുന്ന വാക്കുണ്ട് ഈ റോമാലേഖനം 2:1 മുതൽ. ഈശോയും പറഞ്ഞു, നിങ്ങൾ ആരെയും വിധിക്കരുത്, വിധി ദൈവത്തിന് വിട്ടുകൊടുക്കുക. കാരണം വിധിക്കുന്ന നീയും അതേ തെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ലോകത്തിൽ ഈ ദുഷ്ടാരൂപികൾ പ്രവർത്തിക്കുന്നു. ഈ അരൂപിയെക്കുറിച്ചുള്ള ഇനിയും നമ്മൾ പഠിക്കേണ്ട ഒരു വലിയൊരു സബ്ജക്റ്റാണത്. ഞാൻ ഈ കൺവെൻഷനൊന്നും ഇത് കൊടുക്കാൻ പറ്റത്തുമില്ല, വിഷയം എടുക്കത്തുമില്ല. നമ്മൾ ദൈവം അനുവദിക്ക് ഇങ്ങനെ ഒഫീഷ്യലായിട്ടുള്ള വല്ല ഇൻ്റർനാഷണൽ കോൺഫറൻസുകൾ അല്ലെങ്കിൽ ഇവിടെ അങ്ങനെയുള്ള ലീഡേഴ്സായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇത്തരം ക്ലാസ്സുകൾ കൊടുക്കാറുള്ളൂ. പ്രശ്നം അത് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞാൽ മാത്രമേ ചെയ്യാറുള്ളൂ. കാരണം അങ്ങനെ കൊടുക്കാൻ പാടില്ലാത്തതാണ്. വളരെ ഡേഞ്ചറസ് സബ്ജക്റ്റാണ് പ്രശ്നം. പൊതുവായിട്ട് കുറേ അറിവ് കിട്ടാൻ, അത്യാവശ്യം അറിവ് കിട്ടുക മാത്രം നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. ബാക്കി പ്രാർത്ഥിച്ച് മാറിക്കോളും. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് യേശുവേ സ്തുതിക്കുന്നു. 2 കരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം പറയുന്നത്, ലോകത്ത് ഇത് കയറി പിടിക്കുക ഈ സ്പിരിറ്റ്. അന്ന് ഇതെന്ത് ഇന്ന് 10 പ്രമാണം എടുത്തതിൻ്റെ കാരണം ഈ 10 പ്രമാണങ്ങൾ കൃത്യമായി പാലിച്ചു. ഈ 10 പ്രമാണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ചുറ്റും ഒരു മനുഷ്യൻ, ദൈവം സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ദുഷ്ടാരൂപി കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ദൈവം അവന് ചുറ്റും വെച്ചിരിക്കുന്ന 10 വേലിക്കല്ലുകളാണ് ഞാൻ പറയും. അപ്പം ഇതിനകത്ത് നിന്നാൽ ഇവന് പിടിക്കാൻ പറ്റില്ല, തൊട്ടില്ല. അതായത് ഇതിനകത്തേക്ക് ഒന്നാം പ്രമാണം, ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ വേറൊരു ദൈവവും നിന്നെ കൊണ്ടാക്കരുത്. ഈ മന്ത്രവാദ ഗൂഢശുദ്രവിദ്യയുടെ അടുത്തൂടെ പോയപ്പോൾ ഞാൻ പറയും, സോറി, നമ്മൾ കൃപയിലല്ല. ഞാൻ കൃപയില വെച്ചു, ഈ കൃപയില വെറുതെ. അതൊരു ആത്മധൈര്യവും പരിശുദ്ധാത്മാവ് നൽകുന്ന ധൈര്യവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പ്രസിലോഷ് ഈ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനമല്ല ഈ ബൈബിള് പറയുന്ന ധൈര്യം, ഫെയ്ത്ത്. നോ, അത് ഒരു കോൺഫിഡൻസും ഇല്ലാത്തവനും കിട്ടും ഈ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ധൈര്യം. പ്രസിലോഷ് കോൺഫിഡൻസ് അല്ല വേണ്ടത്, ജീവിത വിശുദ്ധിയുള്ളവന് മാത്രം കിട്ടുന്നതാണ് പരിശുദ്ധാത്മാവ് കൊടുക്കുന്നൊരു ധൈര്യം. പ്രസിലോഷ് അവൻ്റെ ജീവിത വിശുദ്ധി കൊണ്ടാണ് പിശാച് അവനെ അടിക്കാത്തത്, അല്ലാണ്ട് കോൺഫിഡൻസ് കൊണ്ടല്ല. ഒരാളെ പൈശാചിക ശക്തി ഉപദ്രവിക്കാത്തത് അവൻ്റെ തീഷ്ണത കൊണ്ടൊന്നുമല്ല, അവന് തെറിച്ച് നിൽക്കുന്നതുകൊണ്ടൊന്നുമല്ല, ഭയങ്കര വിൽ പവർ ഉള്ളതുകൊണ്ടൊന്നുമല്ല, അവൻ്റെ വിശുദ്ധി കൊണ്ട് മാത്രം. വിശുദ്ധിയുടെ മുമ്പിലല്ലേ പിശാച് തോൽക്കും, അല്ലാതെ വിൽ പവറിൻ്റെ മുമ്പിൽ തോൽക്കുന്നത് അങ്ങനെയല്ല. അത് നമ്മുടെയൊക്കെ ഒരു മണ്ടത്തരം പിടിച്ച ചിന്താഗതികളെ പ്രശ്നം. അതായത് ഇത് കൃപയിലല്ല എങ്കിൽ നീ പോകുന്ന ചില യാത്രകളോ വഴികളോ അതിലൂടെ പോയിട്ട് വരുമ്പോൾ ഈ തിന്മയുടെ രൂപി നിന്റെ കൂടെ ഇങ്ങ് പോരും. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ യേശുവേ സ്തുതിക്കുന്നു. നന്നായിട്ട് കടിച്ച് കർത്താവിൻ്റെ അമ്മ ഇറങ്ങട്ടെ, നന്നാട്ടെ, അഭിഷേകത്തോടെ 2 കരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൻ്റെ 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 5:16-17 വചനം, 19-ാമത്തെ വിശുദ്ധിയെ അജയ്യമായ പരിചയാക്കൂ എന്ന് വാക്ക് പറയും. വിശുദ്ധി ഒരു പരിചയമാണെന്നാണ് പറഞ്ഞു. ദുഷ്ടാരൂപികളുടെ ആയുധങ്ങൾ നമ്മളെ നശിപ്പിക്കാനാകാം, നമ്മുടെ ആത്മീയ ജീവിതം നശിപ്പിക്കാൻ, സൽപ്പേര് കളയാനാകാം, വിശ്വാസങ്ങളാകാം, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം, നമ്മുടെ സൽപ്രവർത്തികൾ, ഈ ഭൂമിയിൽ ദൈവം നമ്മെ
ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ചില ആളുകൊണ്ട് വെട്ടും. ചില വെട്ട് കിട്ടിയാൽ പിന്നെ നമ്മുടെ വളർച്ച നിന്നല്ലോ. ഒത്തിരി പേരെങ്ങനെയാണല്ലോ ഞങ്ങൾ പറയും ഈ ചെടികൾ വളർന്നു വരുമ്പോൾ അതിൻ്റെ മുകുളം അങ്ങ് മുറിച്ച് കളയും. ചില നല്ല വളർന്നു വരുന്നതിനെ ഒറ്റ മുറിച്ച് കളഞ്ഞു ഇന്നുകൊണ്ട് ഈ ദുഷ്പേരൊക്കെ കൊടുത്ത് ഇങ്ങനെ മുറിച്ച് കളയും, പെട്ടെന്ന് അങ്ങ് മുറിച്ച് കളയും. അപ്പം ഇതെല്ലാം ദുഷ്ടാരൂപൻ്റെ പ്രവർത്തനം. അപ്പോൾ ഈ വാള് വെട്ടാതെ ഇങ്ങനെ വന്ന് നമ്മുടെ ദേഹത്തോട്ട് മുറിക്കാതിരിക്കണേ ഒറ്റ വഴിയേ ഉള്ളൂ, ഒരൊറ്റ കാര്യം, വിശുദ്ധി എന്ന അജയ്യമായ പരിചയം. ജീവിത വിശുദ്ധിയുണ്ട്. ജീവിത വിശുദ്ധി, വിശുദ്ധിയുടെ വാക്ക് ബൈബിൾ പറയുമ്പോൾ വാട്ട് ഈസ് ഹോളിനെസ്? ഹോളിനെസ് എന്ന് വെച്ചാൽ ഒരാൾക്ക് ഈശോയോടുള്ളൊരു പ്രത്യേകപരമായ ആത്മബന്ധം. അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള വിശുദ്ധമായൊരു സ്നേഹബന്ധം. ഒരിക്കൽ ആരെയും ഉപയോഗിക്കുന്ന നേച്ചർ ഉണ്ടെങ്കിൽ ഈവിൾ സ്പിരിറ്റ്, കുറ്റം പറയുന്നവർ 100% ഈവിൾ സ്പിരിറ്റ്. ഈ കുറ്റം അതുകൊണ്ടല്ലേ യാക്കോബ് ലേഖനം 3:2 പറയും, നാവിന് നിയന്ത്രണമില്ലാത്തവന് ശരീരത്തിന് നിയന്ത്രണം ഇല്ലെന്നാണ്. ഈ സെക്ഷൽ സിൻസ് ഭയങ്കര കൂടുതലായിരിക്കും നാവ് കൊണ്ട് ഒരുപാട് കുറ്റം പറയുന്ന ആളുകൾക്ക്. കുറ്റം ഭയങ്കരമായ വിമർശന ബുദ്ധി കൊണ്ട് ഒരുപാട് കുറ്റം, മറ്റുള്ള ഇല്ലാത്തൊക്കെ പറഞ്ഞിങ്ങനെ കളർ ചേർത്ത് മുഴുവൻ ഈ നാവിലൂടെ അത് മുഴുവൻ അങ്ങനെയുള്ള ആളുടെ ജീവിതം. അത് ബൈബിൾ പറഞ്ഞ ഇത് പലയിടങ്ങളിലും പറയാറുണ്ട്. യേശുവേ ആരാധന, ഹല്ലേലൂയ. നാവ് കൊണ്ട് പാപം ചെയ്യുന്നത് ശരീരത്തിൽ തിന്മ നടക്കുന്നുണ്ട്. ശരീരത്തിൽ വിശുദ്ധി എന്ന പുണ്യം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നാവ് ക്ലോസ്ഡ് ആവും എന്നാണ് പറയുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഇത്. കണ്ണിന് നിയന്ത്രണം. ശരിക്കും പാപം വരുന്ന വഴി ത്രൂ ദ ഐസ്, കണ്ണിലൂടെ വരുന്നു. അത് പിന്നെ പുറത്തോട്ട് പോകുന്നത് നമ്മുടെ ശരീര അവയവങ്ങളിലൂടെയാണ്. കണ്ണിലൂടെ വന്നത് എൻട്രി പോയിന്റ് is your eyes. Praise the Lord. Hallelujah. Hallelujah. അത് പ്രവേശിച്ചിട്ട് നാവിലൂടെ പുറത്തോട്ട് പോകും, മറ്റവയവങ്ങളിലൂടെ ഒക്കെ ഇത് പ്രവർത്തിക്കുകയെ. അതുകൊണ്ട് ഇതെല്ലാം ചേർന്ന് കിടക്കുന്ന, പരസ്പരം ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന. അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്നെല്ലാം മോചനം പെടണം. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ദുഷ്ടാരൂപികൾ കടന്നു വരുന്ന വഴികളെ നമ്മൾ അടച്ചിടുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ തന്നെ. അതുകൊണ്ടാണ് 1-ാം പ്രമാണമൊക്കെ ലംഘിക്കുമ്പോൾ മന്ത്രവാദം കൂടുന്ന ചില കുഞ്ഞുങ്ങൾ, ഈ ബ്ലാക്ക് മാസിനൊക്കെ പോകുന്ന കുട്ടികൾ കണ്ടിട്ട്, ഈ അങ്ങനെയുള്ള മേഖലകൾ അത് പഠിക്കാൻ പോകുന്നവർ, അല്ലെങ്കിൽ ഓജോ ബോർഡ് കളിക്കുന്ന, സെറ്റൻ വർഷിപ്പുകൾ, കോളിംഗ് ദി സ്പിരിറ്റ്സ്, കുറേ മേഖലയുണ്ട്. ചില ഡ്രസ്സിങ് പോലും ഉണ്ട്. കാരണം ഈവിൾ സ്പിരിറ്റ്. ഞാനൊരിക്കലും വിദേശത്ത് ഒരു രാജ്യത്ത് പോയപ്പോഴും ഒരു ദിവസം ഞങ്ങൾ എൻ്റെ കൂടെയുള്ളവർ ഞാൻ കൂട്ടിക്കൊണ്ട് പുറത്തൊരു എന്തോ ഞങ്ങൾ സാധനം മേടിക്കാൻ വേണ്ടി ഇങ്ങനെ പോയിട്ട്, അപ്പോൾ അവർക്കും ഞാൻ ഒരു കൂടെ പോകുന്ന വഴിക്ക്, പള്ളിയോട്ട് പോകുന്ന വഴിക്ക്, അപ്പോൾ അവരിങ്ങനെ, അപ്പോൾ ഞാനിങ്ങനെ ഒരിടത്ത് ഞാനിങ്ങനെ നിൽക്കുക, പെട്ടെന്ന് ആ ഒരു ഷോപ്പ് കണ്ടോന്ന് ചോദിച്ചു. പറയുന്നത് അത് സൈറ്റൻ വർഷിപ്പുകാരുടെ ഷോപ്പാണിത്. അപ്പോൾ അത് അവർക്ക് വേണ്ടി മാത്രമുള്ള ഷോപ്പാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ദൂരെ നിന്നുണ്ട്, മാത്രം ഒരു പ്രത്യേക. ചിലപ്പോൾ നമ്മുടെയൊക്കെ ഇവിടെയുള്ള പലരുടെയും ശരീരത്തിൽ കുഞ്ഞുങ്ങൾ ഇതേ ഡ്രസ്സുകൾ ധരിച്ച് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അതിൻ്റെ ഷോപ്പ് തന്നെ എൻ്റെ വേണ്ടി, അതിനുവേണ്ടി മാത്രമുള്ള ഷോപ്പുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തിൽ ഹല്ലേലൂയ. ആ ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. ഒന്ന് ലോകത്തിൽ വളരെ സ്ട്രോങ് ആണ്. പക്ഷെ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല, ഇതിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പേടിക്കാതിരിക്കാൻ ഒറ്റ വഴിയുള്ളൂ, ഇതിൻ്റെ ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ ജീവിത വിശുദ്ധി എന്നൊരു പുണ്യം നമ്മൾ കൂടുതലായിട്ട് സൂക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്. അല്ല, ഇതൊരു ക്രീച്ചറാണ്, അല്ലാതെ ക്രിയേറ്ററൊന്നുമല്ല. നമ്മൾ ദൈവത്തിൻ്റെ പവറൊന്നും ഇതിനൊന്നുമില്ല. ദൈവം ആര്? ഇതൊന്നുമല്ല. സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ ഈ സ്പിരിറ്റ്. അവിടെ ഈശോയെ കാണുമ്പോൾ അലറിക്കൊണ്ട് ഓടുന്നത്, നസ്രായനായ യേശു നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് ഓടുന്ന പേടിയുണ്ട്. പക്ഷേ ഈ സ്പിരിറ്റിന് നമ്മളെയൊക്കെ അസ്വസ്ഥപ്പെടുത്താം എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞോളും. ഒരു സെൻസിറ്റീവായ കാര്യം ഞാൻ സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതായത് ഈശോ കാണിക്കും, ഈശോയുടെ അടുത്ത് പ്രലോഭകൻ വരും, ദുഷ്ടാരൂപി. അത് ഏത് രീതിയിലാണ് നമുക്ക് അറിഞ്ഞുകൂടാ. ബൈബിൾ പറയുന്ന പോലെ ഞാനങ്ങ് പറയുന്നു. അപ്പോൾ അവിടെ ആദ്യം വന്നിട്ട് കല്ലുകളോട് അപ്പമാകാൻ പറയുന്നു. ഈശോ ഉപദേശിക്കുക എങ്ങനെയാണ് ഈ അപ്പം ഉണ്ടാക്കുന്നത്, പണം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അതിനുള്ള വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സംഭവം.
അവന് പുതിയ വഴി. നീ ഇങ്ങനെ പോയൊന്നും കാര്യമൊന്നും നിനക്കിത് ഒരു കല്ലെങ്ങനെ അപ്പം ഒരാളുടെ കുറവിനെ എങ്ങനെ നിനക്കതൊരു അപ്പമാക്കിയെടുക്കാൻ പറ്റും? ചിലപ്പോൾ അതൊക്കെ ഒരു സാഹചര്യം എല്ലാം നിനക്കൊരു ഭക്ഷണമാക്കുക. നിനക്കൊരു ഭക്ഷണം, അത് ചുറ്റുമുള്ള ആളുകളെയും സാഹചര്യങ്ങളെയൊക്കെ നിന്റെ പേരിനും പെരുമയ്ക്കും പ്രശസ്തിക്കും വേണ്ടി ഉപയോഗിക്കുക. നിനക്കൊരു ഭക്ഷണം, ഗമ കിട്ടണം, ഒരു സംതിങ് ആക്കണം. അതിനെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള വഴി? അത് നിനക്കറിയാം. നിനക്കൊരു പരിശുദ്ധാത്മാവിൻ്റെ കൃപയൊക്കെ ഉണ്ടല്ലോ, അതുപയോഗിച്ച് നീ ഒന്ന് വർദ്ധിപ്പിച്ചെടുക്കുക. കല്ലിനെ നിനക്ക് മാറ്റാം. നീയാണ് എങ്ങോട്ട് മാറ്റമെന്ന് തീരുമാനിക്കുന്നത്. സ്ത്രീ പറഞ്ഞേ ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് യേശുവേ സ്തുതിക്കുന്നു. അപ്പൊ ഈശോ അവനോട് ഒരു വചനം മാത്രമേ പറയുന്നുള്ളൂ. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ അതിർന്ന വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. ഈശോ നിർത്തി, പിന്നെയാണ് സംസാരിക്കുന്നില്ല. ദുഷ്ടാരൂപികളോട് ഒത്തിരി സംസാരിക്കാൻ പാടില്ല. ആദ്യ മനുഷ്യന് പറ്റിയ അപകടമതാണല്ലോ. ഹവ്വ സംസാരിച്ചു, അതാണ് അവിടെ പറയുന്നത്. ഈ സംസാരിക്കുന്നത് സൂക്ഷിച്ചു. സംസാരം ഒത്തിരി പ്രധാനപ്പെട്ട കാര്യം. കേൾവി, സംസാരം, കാഴ്ച, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ വളരെയധികം നിയന്ത്രിക്കണം. സ്ഥിരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ലോകത്തിലുള്ള സിനിമകളുടെ എല്ലാം മുന്നിൽ പോയിരുന്നു കഴിഞ്ഞാൽ, എല്ലാ ടെലിവിഷൻ ചാനലിലും തുറന്നു വെച്ച് അതിൻ്റെ മുമ്പിലോട്ട് പോയിരുന്നു കഴിഞ്ഞാൽ, വാട്സപ്പും ഫേസ്ബുക്കും 24 മണിക്കൂർ ഇത്രയാണ് ഇന്ന്. മദ്യപിച്ച് വഴി കിടക്കുന്ന പോലെയാണ് ചില ആളുകൾ ഫേസ്ബുക്കിനകത്തും വാട്സപ്പിലും കിടക്കുന്നത്. ഫോണെ തൂങ്ങി മരിച്ച് കിടക്കുന്ന ആൾക്കാരുണ്ട്. യേശുവേ സ്തുതിക്കുന്നു. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് യേശുവേ സ്തുതിക്കുന്നു. കാരണം അത് മാറുന്നില്ല. മാറ്റാൻ നോക്കിയാൽ നടക്കുന്നില്ല. 1 മിനിറ്റ് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞാലും സംസാരിച്ച് കഴിയുമ്പോൾ 1 മണിക്കൂർ. ഇതിങ്ങനെ ജീവിതത്തിൻ്റെ പ്രാർത്ഥിക്കാനുള്ള സമയം, ജീവിത പങ്കാളിയോട് സംസാരിക്കാനുള്ള സമയം, മക്കളോട് സംസാരിക്കാനുള്ള സമയം, പള്ളിയിൽ പോകാനുള്ള സമയം, ബൈബിള് വായിക്കാനുള്ള സമയം, കുരിശ് വരയ്ക്കാനുള്ള സമയം, എല്ലാം നിങ്ങളുടെ ഈ കയ്യിലിരിക്കുന്ന ഉപകരണം എടുത്തുകൊണ്ട് പോയി. നിങ്ങൾ അറിഞ്ഞോ ഇത്? നിങ്ങളുടെ വിശുദ്ധമായ ജീവിതത്തെ മുഴുവൻ തകർത്തൊരു ഉപകരണമായിട്ട് മാറുന്നുണ്ട്. യേശുവേ സ്തുതിക്കുന്നു. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ യേശു 2 കരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ ആരാധന. എല്ലാം പോസിറ്റീവ് ശരിയാ. പോസിറ്റീവ് ചിന്തി. സാത്താൻ അങ്ങനെയാണല്ലോ, പോസിറ്റീവ് കൊടുത്തുകൊണ്ട് നെഗറ്റീവ് തരും. പോസിറ്റീവ് എലമെന്റ്സ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അതിനകത്തൂടെ ഈ സാധനം അതാണല്ലോ ചെയ്യുന്നവന്. എപ്പോഴും അവൻ വരുന്നത് ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജപ്രവാചകൻ, ആടുകളുടെ വേഷത്തിൽ വരുന്ന ചെന്നായ്ക്കൾ വരുന്നത്, ആടുകൾ ഉപയോഗപ്രദമായിട്ട് നല്ല രീതിയിൽ വരുന്നു. മനുഷ്യൻ്റെ അത്യാവശ്യ കാര്യമല്ല ഇതില്ലാതെ മനുഷ്യന് ഇനിയുള്ള ഈ ലോകം ഇത്രയും വളർന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം. ശാസ്ത്രമൊക്കെ ഉയർന്നുകൊണ്ടിരിക്കും. ശാസ്ത്രം എന്തേലും ഉയർന്നു വെച്ചാൽ ഈ ഭൂമിയുടെ ഉത്തരവൊക്കെ ഉയർന്നിട്ടുള്ളൂ. അതുള്ളത് കൊണ്ട് നമ്മളൊന്നും മനസ്സിലാക്കുന്നല്ലത്. അവർക്ക് പ്രത്യേക നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും കണ്ടപ്പോൾ എല്ലാമായി, എല്ലാം കണ്ടു, എല്ലാം തിരിച്ചറിഞ്ഞു, എല്ലാ അറിവും നേടിയെന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് അറിവില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കും. അറിവുണ്ടായിരുന്നേ പറഞ്ഞാലേ നമ്മൾ ഒരിടത്തും എത്തിയിട്ടില്ല. നമ്മുടെ അറിവ് ഇപ്പോൾ പ്ലേ സ്കൂളിൽ നിന്ന് കയറിയിട്ടില്ല LKG എന്നുള്ള കാര്യം നമ്മുടെ ലോകത്തിലെ തത്വശാസ്ത്രങ്ങൾക്കും ശാസ്ത്രങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റും.